ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, മോൺസ്റ്റർ ട്രക്കിനെ മേടിച്ച കഥ. അതായത് നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരാണ് നമ്മുടെ മെയിൻ RC. അപ്പോൾ ഇവനെ വാങ്ങിച്ച കഥ, കാരണം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എത്ര രൂപയായി, പിന്നെ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഇനി വാങ്ങാൻ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുവാണെങ്കിലും യൂട്യൂബിൻ്റെ വീഡിയോയുടെ അടിയിലാണെങ്കിലും ഇത് എവിടെ നിന്ന് മേടിക്കും എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള കുറച്ച് ആൻസറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മോൺസ്റ്റർ ട്രക്ക്. നമ്മളിത് മേടിച്ചിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുള്ളൂ. വേറെ രൂപമാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് സെൻ റേസിംഗ് എന്ന് പറഞ്ഞൊരു US ബ്രാൻഡാണ്. എനിക്ക് തോന്നുന്നു സെൻ ക്ലോസസ് എന്ന് പറഞ്ഞൊരു മോൺസ്റ്റർ ട്രക്ക് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ ചെയ്തിട്ടാണ് ആൾക്കാർ കുറച്ചും കൂടി കൂടുതൽ അറിഞ്ഞ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ റീൽ വീഡിയോസ് ആണെങ്കിലും ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും എല്ലാത്തിലൂടെ ആൾക്കാർ ഇതിനെ കണ്ടിപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് ഈ സെൻ ക്ലോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കുറച്ച് പേരിലേക്ക് എത്തിയത് നമ്മുടെ ഒരു വീഡിയോയിലേക്ക് വന്നതിന് ശേഷമാണ് തോന്നുന്നു. ഈ ഒരു വണ്ടി കിട്ടിയ പിന്നെയാണ് ഞാനും ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇവനെ വാങ്ങിച്ചത് എന്നുള്ളൊരു ഭയങ്കര വലിയൊരു കഥയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മോൺസ്റ്റർ ട്രക്ക് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കണ്ട. ആള് കുറച്ച് ഭീകരനാണ്. കുറച്ച് ആക്സിഡൻ്റ് ഒക്കെ ഈ ഇടക്ക് സൃഷ്ടിച്ചായിരുന്നു. ഒരാളുടെ കയ്യിലെ തൊലിയും പിന്നെ ഫോണിൻ്റെ ബാക്ക് ഗ്ലാസും ഒക്കെ പൊട്ടിയായിരുന്നു ഒരു വീഡിയോ എടുക്കാൻ വന്നൊരു പയ്യൻ്റെ. പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച്. നിനക്ക് കിട്ടിയിട്ടുണ്ടോ? നിനക്ക് കിട്ടിയില്ലല്ലേ, ജസ്റ്റ് മിസ് ആയിരുന്നല്ലേ. അപ്പോൾ കൺട്രോൾ പോയി എവിടെയെങ്കിലും കയറി ചെന്ന് കഴിഞ്ഞാൽ ആൾ കുറച്ച് ഡേഞ്ചറാണ്. കാരണം ഒരു 10 കിലോ വെയിറ്റുള്ളൊരു സാധനം വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത്, കാരണം എൻ്റെ ഫ്രണ്ടിൽ ഈ വരുന്ന ഈ സാധനമൊക്കെ ഭയങ്കര കട്ടിയാണ്. ഇത് നമ്മളിപ്പോൾ ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഫ്രണ്ട് പൊങ്ങും. ഇത്രയും വെയിറ്റുള്ള സാധനം ഇത് ഫ്രണ്ട് പൊങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഊഹിക്കാവുന്നുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലായിടത്തും നമ്മൾ പറയും RC നമ്മൾ ഈ വണ്ടികളൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് ഇതൊന്നല്ല, ഈ സൈസിലുള്ള ഏത് വണ്ടി ഓടിച്ചാലും ചെറിയ വണ്ടിയാണെങ്കിലും ആൾക്കാരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാൻ നമ്മളെപ്പോഴും പറയും. ഇവനെ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എനിക്ക് ഇവനെ എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളൊരു കാര്യം പറയാം. അപ്പം ഞാൻ RC കാർ മേടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു കാറ് സെയിൽ ചെയ്തായിരുന്നു. അപ്പോൾ അത് RC കാർ മേടിക്കാൻ വേണ്ടി സെയിൽ ചെയ്തതല്ല, അത് വേറെ വണ്ടി എടുക്കാൻ വേണ്ടി സെയിൽ ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് പൈസ കൊണ്ട് ഞാനൊരു കാർ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കാണ് ഇവനെ പരിചയപ്പെടുന്നത്. ഇവൻ വരുന്നത് കൊൽക്കത്തയിൽ നിന്നാണ് അന്ന് വരുന്നത്. അവിടുത്തെ ഒരാളുടെ കയ്യിൽ നിന്നാണ് ഇവൻ വരുന്നത്. വന്നിട്ട് കുറച്ച് നാൾ ഇവിടെ ഇരുന്നു. കുറച്ച് നാളെന്ന് വെച്ചാൽ 1 മാസത്തിനുള്ളിൽ ഇവിടെ ഇരുന്നായിരുന്നു ഏകദേശം. അന്നും ആരും ഇവനെടുത്തില്ല, ഇവനെ വാങ്ങിച്ചില്ല. എല്ലാവർക്കും ഈ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര വേറെ എന്തൊക്കെയോ പ്രോബ്ലം, പാർട്സ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തില്ല ഈ സാധനം. ഇവനെ ഞാനാണ് എന്നിട്ട് ലാസ്റ്റ് എടുക്കുന്നത്, ഞാനാണ് ഇവനെ മേടിക്കുന്നത്. അപ്പോൾ ഇവനെ മേടിച്ച് കഴിഞ്ഞിട്ട് മേടിക്കുമ്പോഴും പറഞ്ഞു ഇത് പാർട്സ് കിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും നോക്കിയില്ല, ഞാൻ വാങ്ങിച്ച് കുറെ കഴിഞ്ഞപ്പോൾ വീഡിയോ ഒക്കെ ചെയ്ത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ആളുടെ റേഞ്ചൊക്കെ ഒന്ന് മാറി. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പേര് അറിയാൻ തുടങ്ങി. എവിടെ ചെന്നാലും ഇപ്പോൾ ഈ ഒരു മോൺസ്റ്റർ ട്രക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ വണ്ടിയായിരിക്കും എന്ന് അറിയാം. അങ്ങനെ കുറേ വീഡിയോ ചെയ്തു, കുറേ പേര് ഇവന് ഇഷ്ടപ്പെട്ടു നമ്മുടെ മോൺസ്റ്റർ ട്രക്കിനെ. അപ്പോൾ അങ്ങനെ അതിനൊരു വാല്യൂ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് വേണ്ടാന്ന് പറഞ്ഞവരൊക്കെ ഈ വണ്ടി അന്വേഷിക്കാൻ പിന്നെയും തുടങ്ങിയായിരുന്നു. അതൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. അന്ന് എടുക്കാത്തത് അബദ്ധമായി പോയി എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഈ വണ്ടി കുറച്ചൊന്ന് റീച്ചായി ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കുറേ പേര് പിന്നെയും അന്വേഷിക്കാൻ തുടങ്ങി, വണ്ടി എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ സാധനം റെയറാണ്, കിട്ടാൻ പാടാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കമ്പനി പ്രൊഡക്ഷൻ നിർത്തിയതാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ. അന്നാണ് ഞാനും അറിയുന്നത് ഇവൻ റെയറായി തുടങ്ങിയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടി. അങ്ങനെ ഈ ഒരു മോൺസ്റ്റർ എന്ന് പറയുന്ന കുറേ പേര് ഇഷ്ടപ്പെടാനും ഇപ്പോൾ നിങ്ങളിൽ തന്നെ പലർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. കുറേ പേര് മെസ്സേജ് അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എവിടെ നിന്ന് മേടിക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ നിർത്തി കമ്പനി. ഈ നമ്മുടെ ഈ RC മോൺസ്റ്റർ സെൻ ക്ലോസസ് എന്ന് പറഞ്ഞ ഈ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ്, അവർ പ്രൊഡക്ഷൻ നിർത്തിയതാണ്.
അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അവർ പ്രൊഡക്ഷൻ നിർത്തി. അപ്പോൾ അത് കാരണം അതിന് മേടിക്കാൻ കിട്ടത്തില്ല. പറഞ്ഞ പോലെ ഈ ബോഡി കിട്ടാനാണ് പാട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കട്ടിങ്, അതായത് ഫോർഡ് F-150 ബോഡി ആണെന്നാണ് ഏകദേശം എൻ്റെ ഒരു ധാരണ. പക്ഷേ ആ കട്ടിങ് ഒക്കെ വ്യത്യാസമുണ്ട്. കാരണം ഫോർഡ് ഇവർക്ക് ലൈസൻസ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവരുടേതായിട്ടുള്ള രീതിയിൽ ഈ ബോഡി ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കിട്ടാനും പാട്. കാരണം കമ്പനി പോലും ഇല്ല. ഈ ചിലവർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ചേട്ടാ ഇത് കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാനിത് പഠിച്ച പണി 18 നോക്കിയതാണ്, കിട്ടിയില്ല. ഓൺലൈൻ സൈറ്റിലുണ്ടെന്ന് പറഞ്ഞാലും അത് ഓർഡർ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കിട്ടാണ്ട് വരും, ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കും. അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ആയി. പിന്നെ ഇതേ ഡബിൾ സൈഡ് ഷോക്ക്, ഇത് ഒരു സൈഡ് നമുക്ക് ലീക്ക് കിട്ടിയിട്ടുണ്ട്, അത് മാറണം. ഇനി ഓയിലൊക്കെ മാറുമ്പോൾ ഏകദേശം 12,000 രൂപ അടുത്ത് വരും ഇതിൻ്റെയൊക്കെ ഓയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ ഓടിച്ചായിരുന്നു, അപ്പോൾ അതിൻ്റെ ചെളി കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഗ്രില്ലൊക്കെ വെക്കാനുണ്ട്, കുറേ നാളായി ഗൈസ് പണിയണം. ഇവനെ അങ്ങനെ കുറച്ചൊന്ന് പണിത് സെറ്റാക്കി എടുക്കണം. ഇവിടെ ഇന്നലത്തെ സ്റ്റണ്ടിൻ്റെയാണ്, ഒന്ന് വീലടിച്ച കണ്ടേ, ഈ ബോഡിയൊക്കെ ഒന്ന് സ്ക്രാച്ച് ആയി തുടങ്ങി. ഇനി ഇത് നൈസായിട്ടൊന്ന് പുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റ് അടിച്ച് സെറ്റപ്പ് ചെയ്തെടുക്കണം ഇവനെ. മുകളിൽ ഇവിടെ കാർബൺ ഫൈബർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇത് നമുക്കൊരു ടീം ചെയ്ത് തന്നാണ്. കണ്ടോ, കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തേക്കാണ് അവിടെ. പിന്നെ കാരിയർ നമ്മൾ അഡീഷണൽ ചെയ്ത്, പിന്നെ വീല് നേരത്തെ ഒരു ക്രോം ഫിനിഷ് വീലായിരുന്നു, അത് നമ്മൾ ബ്ലാക്ക് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഒരു മോഡിഫിക്കേഷൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്റ്റണ്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ ജസ്റ്റ് അതൊന്നെടുത്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ എനിക്ക് എൻ്റെ വീഡിയോയിലോട്ട് കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് അതിലൂടെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. കാരണം ഞാൻ സ്റ്റണ്ട് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബോഡി കിട്ടത്തില്ല, ഇതിൻ്റെ ബോഡി പൊട്ടിപ്പോകും മെയിനായിട്ട്. വേറെ ഒന്നിനും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, കാരണം ഹൈ ക്വാളിറ്റിയിലാണ് വരുന്നത്. അതിൻ്റെ ചാസി ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഹൈ ക്വാളിറ്റിയിലെ സാധനം വരുന്നത്. അപ്പോൾ അതിൽ പേടിയില്ല, പക്ഷേ ഈ ബോഡി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ സാധനം അധികം സ്റ്റണ്ട് ചെയ്യാണ്ട് ഞാൻ ഇതേപോലെ തന്നെ കൊണ്ടുവന്ന് നടക്കുന്നത്. കാരണം ഇത് 1 വർഷത്തിന് മേലെയായി, എന്നിട്ടും ഈ ഒരു ലുക്കിൽ ഇത് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാനിങ്ങനെ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്, കൊണ്ടുവന്ന് നടക്കുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എനിക്കതിനൊരു വാല്യൂ ഉണ്ട്. ഞാൻ അങ്ങനെ കാറ് നശിപ്പിച്ച് കളയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും ഓടിക്കാറില്ല. അപ്പോൾ എനിക്ക് ഒരു വാല്യൂ ഉണ്ട് ഇതിനോട്, അപ്പോൾ അത് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യും. ഞാൻ ഒരിക്കലും അങ്ങനെ നശിപ്പിക്കത്തില്ല. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ ചുമ്മാ ഡ്രിഫ്റ്റ് ചെയ്യും, ചുമ്മാ ഒന്ന് വീൽ ചെയ്യും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് എവിടെയെങ്കിലും മലയുടെ പൊക്കത്തേറ്റ് സ്റ്റണ്ട് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണിത്, പക്ഷെ ഞാനത് ചെയ്യില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവനെ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്നത്. നമ്മൾ കൊണ്ടുവന്നു, നമ്മൾ വീഡിയോ ചെയ്തു, ഒരുപാട് പേര് ഇവനെ അറിയാൻ തുടങ്ങി, ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു മോൺസ്റ്റർ ട്രക്ക് ആൾക്കാരിൽ കൂടുതൽ എത്തിയതും. സെൻക്ലോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്ന്. കാരണം എല്ലാവരും മനസ്സിലേക്ക് ഓടി വരുന്നത് RC കാർ എന്ന് പറയുമ്പോൾ ട്രാക്സസും അതേപോലെ തന്നെ ആർമ, HPI അങ്ങനത്തെ ബ്രാൻഡുകൾ. പക്ഷേ ഈ ബ്രാൻഡ് ഇപ്പോൾ ഈ ട്രാക്സസ് എന്ന് പറഞ്ഞ ബ്രാൻഡിനേക്കാളും ക്വാളിറ്റിയുള്ള വണ്ടികളുണ്ട്, പല ബ്രാൻഡിൻ്റെ വണ്ടികളുണ്ട്. പ്രൈസ് വില ചോദിക്കുന്നവർ, ഇതിൻ്റെ പ്രൈസ് അവിടുത്തെ ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയാണ് ഇതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത്. അതായത് ഇപ്പോൾ എല്ലാ വണ്ടിയും ഇവിടെ വരുന്ന 1.5 ലക്ഷം രൂപ എന്ന് പറയുന്ന എല്ലാ വണ്ടിയുടെയും പകുതി വിലയാണ് ശരിക്കും ഉള്ളത്. അതിവിടെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടിയും ടാക്സും ഒക്കെ കൊടുത്തിട്ട് ഇത്രയും രൂപയാവുന്നതാണ്. അല്ലാണ്ട് ഇപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്തിട്ടല്ല നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്നത്. കാരണം 50,000 രൂപ ആയിരിക്കും. അവിടെ വന്ന് ചിലപ്പോൾ ഇവിടെ വന്ന് കസ്റ്റം പിടിച്ച് കൂടുതൽ അടച്ചടപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ സമയം പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു വണ്ടിയുടെ വില ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ 50,000 രൂപ എന്നുള്ളത് 1 ലക്ഷം രൂപയൊക്കെ ആവുന്നത്. പിന്നെ ഞാൻ മേടിച്ച വില ഞാൻ ഇതിൽ പറയുന്നില്ല, കാരണം ഞാൻ മേടിച്ച വിലയ്ക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ട് അത്ര വിലക്ക് കിട്ടില്ല അല്ലെങ്കിൽ ഇത്ര വില കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ മേടിച്ച വില പറയുന്നില്ല. കറൻ്റ് ഈ വണ്ടി മേടിക്കുവാണെങ്കിൽ ഇപ്പോൾ 50,000 രൂപ ഷോറൂം പ്രൈസ് അവിടെ നിന്നാകും. പക്ഷേ ഇപ്പോൾ കിട്ടാനില്ല, മേടിക്കാൻ പറ്റത്തില്ല. അതപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് എവിടെ മേടിക്കാൻ കിട്ടുമെന്ന് കുറേ പേർക്ക് ഡൗട്ടായിരുന്നു. സംഭവം ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മോൺസ്റ്റർ ട്രക്ക് നമ്മുടെ കയ്യിൽ ഒരു റയർ ഒരു പീസായിട്ട് ഇരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മുടെ മോൺസ്റ്റർ ട്രക്കിൽ അത്യാവശ്യം ചെളിയും വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഇന്നലെ മഴ പെയ്ത് വെള്ളമായതാട്ടെ. ഇനി ഇവനെ കുളിപ്പിക്കണം. ഓക്കെടാ, ബൈ.
ഗൈസ് നമ്മൾ കറവ് എടുത്തോണ്ടോ വയ്യ കഴിച്ച് ഈ 10 കിലോ കൈ വേദനിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ചാർജ് തീരുമെന്ന് അറിയാൻ പാടില്ല. ചാർജ് തീർന്നാൽ ചുമക്കേണ്ടി വരും.